ഓക്കെ, എനി ഹൗ ഇനി ലേറ്റ് ആവുന്നവർ അഡ്മിറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തേർഡ് റോബോട്ട് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ടും അതേപോലെ ഹ്യൂമനോയിഡ് റോബോട്ടും ആണ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്നെ പഠിപ്പിച്ച ഞാൻ 2021 പാസ് ഔട്ട് ആണ് ഫ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. JC തൃശ്ശൂർ ആയിരുന്നു. JC തൃശ്ശൂരിന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് ഉറക്കനെ പറയൂ ആരെങ്കിലും. ഈസ് ദർ എനിവൺ? ഈസ് ദർ എനിവൺ ഫ്രം JC തൃശ്ശൂർ? അപ്പൊ ഞാൻ നിന്നെ പഠിപ്പിച്ച മിസ്സിന്റെ സ്റ്റാറ്റസ് കണ്ടു. വന്യമൃഗങ്ങളെ തുരത്തും ഈ ഡ്രോൺ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കണ്ടെത്തൽ. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് വന്യമൃഗങ്ങളെ കണ്ടെത്തും. എന്നിട്ട് ഇതിന്റെ ഒരു ഹണി ബീ ഉണ്ടല്ലോ, മറ്റേ തേനീച്ചക്കൂടിന്റെ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ആയിട്ട് മൃഗങ്ങളുടെ അടുത്ത് പോകുമ്പോൾ മൃഗങ്ങൾ ഓടും. ഇതാണ് ഇവർ ചെയ്തത്. അപ്പൊ ഇത് പിന്നെ അവിടെയുള്ള കോളേജിലുള്ള പിന്നെ നായശല്യം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ പരീക്ഷിച്ചു, വിജയിച്ചു. ഇത് ഞാൻ മിസ്സിനോട് ഷെയർ ചെയ്യാൻ പറഞ്ഞു. മിസ് ഷെയർ ചെയ്താണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ദാറ്റ് യു ക്യാൻ മേക്ക് വിത്ത് ദീസ് റോബോട്ടിക്സ്. Okay, robotics is related to drone and at the same time you can develop these types of projects. Okay, ഇതേപോലെ ഇങ്ങക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ഇങ്ങക്കും ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ബേസിക്സ് സാധനമാണ്. ഇത് നമ്മൾ ആർഡിനോയിലും മറ്റൊക്കെ ചെയ്യുന്നതിന് പകരം ഇവർ ഗെറ്റ്സൺ നാനോ യൂസ് ചെയ്ത് അതിൽ പ്രോഗ്രാം ചെയ്തു, ഇതേപോലെ അസംബിൾ ചെയ്യുന്നു, ഇത് വർക്ക് ചെയ്യുന്നു. ക്ലിയർ? ഗോട്ട് ഇറ്റ്? സോ കമ്മിങ് ടു അവർ ഏരിയ, ഇന്ന് നമ്മൾ അതേപോലെയുള്ള ഒരു റോബോട്ട് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ട് ഉണ്ടാക്കുകയാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ അഡീഷണൽ വേണം. ബാക്കിയുള്ള കണക്ഷൻസ് ഒക്കെ ഈ 4 പിന്ന് മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ 2 പിന്ന് ബ്ലൂടൂത്തിന്റെ ഒരു ഡാറ്റ പിന്നും കാര്യങ്ങളെ വരുള്ളൂ. ഇതിനും സെയിം കേസസ് വേണം. ആർഡിനോ കൺട്രോളർ വേണം, അതാണ് ഇതിന്റെ ബ്രെയിൻ. അതിലേക്കാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ബാറ്ററി വേണം, ബാറ്ററി ക്യാപ്പ് വേണം, മോട്ടോഴ്സ് വേണം, ആൻഡ്രോയിഡ് ഫോൺ വേണം, അതിന്റെ ഡ്രൈവർ വേണം. ബ്ലൂടൂത്ത് മൊഡ്യൂൾ HC05 എന്നാണ് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ പേര്. ആ മൊഡ്യൂൾ വേണം, ജംബോ വയർസ് വേണം. ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതേപോലെ അതിന്റെ കണക്ഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് മുന്നേ നമ്മൾ 2 മോട്ടർ യൂസ് ചെയ്യുന്നവരിൽ 4 മോട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു L298 എന്ന് പറയുന്ന മോട്ടോർ ഡ്രൈവർ യൂസ് ചെയ്യുന്നു മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ. 10, 11, 12 എന്ന് പറയുന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോട്ടോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു ഡാറ്റ പിൻ എടുത്തിട്ട് HC05 ബ്ലൂടൂത്ത് കൺട്രോളർക്ക് കൊടുക്കണം. ക്ലിയർ? അതായത് ഇതിന് മൂന്ന് പിന്നാണ് ഇതിന് ഉണ്ടാവുക. ഒരു VCC ഗ്രൗണ്ട്, VCC നമ്മൾ ബാറ്ററി വെച്ച് പവർ ചെയ്യും, ഗ്രൗണ്ട് ബാറ്ററിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആർഡിനോയുടെ VCC ഗ്രൗണ്ട് എടുത്താലും മതി. ഈ ആർഡിനോയുടെ 5 വോൾട്ട് എടുത്തിട്ട് ഈ പിന്നെ ഇതിലൊരു 5 വോൾട്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ, ആർഡിനോയുടെ 5 വോൾട്ട് കൊടുത്താൽ മതി. ഈ ഗ്രൗണ്ട് എടുത്തിട്ട് ഇതിന്റെ ഗ്രൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പവേർഡ് ആവും. ഓക്കെ, എന്നിട്ട് അതിന്റെ കോഡിങ് ഞാൻ കാണിച്ചു തരാം. അതിന്റെ കോഡിങ് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ട്. അതായത് ഫോൺ വെച്ചിട്ട് ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലൂടൂത്ത് കൺട്രോളിങ് ചെയ്യട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഇങ്ങനെ കൺട്രോൾ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ ഫോൺ വെച്ചിട്ടാണല്ലോ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ആപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് MIT ആപ്പ് ഇൻവെന്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. MIT ആപ്പ് ഇൻവെന്റർ, ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. വളരെ സിമ്പിൾ ആയിട്ട്, കോഡിങ്ങും കാര്യങ്ങളൊന്നും അറിയണ്ട. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ അല്ലേ?
Screen is loading, right? Loading ആയല്ലോ. ഓക്കെ, അത് ലോഡ് ആകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ കോഡിങ് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പം ഹാഷ് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ ഡോട്ട് സീരിയൽ ഡോട്ട് എച്ച്, ഈ ബ്ലൂടൂത്ത് കൺട്രോളർ റോബോട്ടിന്റെ ആർഡിനോക്ക് കോഡിങ് ചെയ്യേണ്ട കോഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സീരിയൽ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയൽ അവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ബ്ലൂടൂത്തിന്റെ പിന്നെ 2ഉം 3ഉം പിന്നെ സെറ്റ് ചെയ്തു. വോയിഡ് സെറ്റപ്പിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 10, 11, 12, 13 മോട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇത് സെറ്റ് ചെയ്ത്. ഈ സീരിയൽ ബിഗിൻ എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡ് റേറ്റ് ആണ് കേട്ടോ. 9600 എന്ന് പറയുന്ന ബോർഡ് റേറ്റ് അവിടെ സെറ്റ് ചെയ്താണ്. വോയിഡ് ലൂപ്പിനകത്ത് ബ്ലൂടൂത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പോ 4 കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ഫ്രണ്ട് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആപ്പിൽ നമ്മൾ എഫ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിക്ക് പോകണം അല്ലെ. ഫ്രണ്ടിക്ക് പോകുമ്പോ ഹൈലോ കൊടുത്തു കഴിഞ്ഞാൽ 2 മോട്ടോർ ഫ്രണ്ടിൽ പോകും. ഹൈലോ, ഇത് കൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലെ. ഹൈ ലോ എന്ന് പറയുമ്പോൾ ഒരു മോട്ടോർ ഓൺ ആവും, അടുത്ത ഹൈ ലോ എന്ന് പറയുമ്പോൾ അടുത്ത മോട്ടോർ ഓൺ ആവും. 2 ലോ ആക്കിയ മോട്ടോർ ഓഫ് ആണ്. പിന്നെ നേരെ തിരിച്ച് ലോ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് കറങ്ങും. ഗോട്ട് ഇറ്റ്. ബാക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാ? കേൾക്കുന്നില്ലായിരുന്നു. എല്ലാവർക്കും അതെ. I think the sir has left the meeting. തോന്നുന്നു.
സ്ക്രീന് കാണുന്നില്ലല്ലോ അല്ലെ? സ്ക്രീന് കാണുന്നുണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. ഇല്ല സാറേ, കാണുന്നില്ല. എത്ര മിനിറ്റ് ആയി സ്ക്രീന് മിസ്സായിട്ട്? സാറിന്റെ ശബ്ദം കേട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ആയി. ഓ, കോഡിങ് ഡിസ്കസ് ചെയ്ത് കേട്ടോ? ആർഡിനോയിൽ നമ്മൾ കോഡിങ് ഡിസ്കസ് ചെയ്ത്. അത് അതിന്റെ തുടക്കഭാഗം കേട്ടായിരുന്നു. പിന്നെയാണ് മിസ്സായത്. അപ്പൊ ഞാനിത് ഒരു കാര്യം ചെയ്യാം. ഡിജിറ്റൽ റൈറ്റ് എന്തോ ഫ്രണ്ട് ബാക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ. കോഡിങ് പിന്നെ ഡിസ്കസ് ചെയ്തപ്പോ ഫ്രണ്ട് ബാക്ക് അപ്പോഴാണോ നിന്നത്? അതെ. ഓക്കെ ഓക്കെ. അത് നമ്മളെ MIT ആപ്പ് ഇൻവെന്റർ ലോഡ് ചെയ്തപ്പോ ഞാൻ ആ ക്രോം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ഫോർ 30 seconds. ഓക്കെ, ഇപ്പൊ ക്രോം ക്ലോസ് ആയി. ഫൈൻ. മൾട്ടിപ്പിൾ പീപ്പിൾസ് ആർ ജോയിനിങ്. ഹു ഈസ് ഇറ്റ്? റിയ ഫാത്തിമ എന്താ ലേറ്റ് ആയി? റിയ ഫാത്തിമ. ഓക്കെ, അപ്പൊ ഞാൻ കോഡ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എന്നിട്ട് MIT ആപ്പ് ഇൻവെന്റർ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ്സ് സ്റ്റിൽ ലോഡിങ് അഗൈൻ ദെൻ ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ സർ, കുറെ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് അഡ്മിറ്റ് ആവാൻ പറ്റുന്നില്ലായിരുന്നു. എപ്പോഴാ ജോയിൻ ചെയ്തേ? ഞാന് കുറെ പേര് ഇപ്പം ജോയിൻ ആവുന്നുണ്ടല്ലോ. ഇത് ആരാണ്? ഇത് റിയാണ്. ഞാൻ കുറെ ട്രൈ ആക്കി, പക്ഷെ എന്നെ അഡ്മിറ്റ് ആക്കണില്ലേനു. പിന്നെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആരും മെസ്സേജ് ഇട്ടപ്പോ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് കേറിയതാ. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് നിങ്ങളാ? ഇപ്പൊ ഞാനാ മെസ്സേജ് ഇട്ടത്, അഡ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾ ഏതുവരെ കേട്ടു റിയ ഫാത്തിമ? ഞാൻ ഒന്നും കേട്ടിയില്ല. ഞാൻ ഇപ്പോ ആണ് ജോയിൻ ആവണം. എനിക്ക് ഇതുവരെ ജോയിൻ ആവാൻ പറ്റിയില്ലേനു. അതെന്താ? നമ്മൾ കുറെ ലൈക്ക് മാക്സിമം 9:05 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെയിറ്റ് ചെയ്തു നിങ്ങളെ. ഓക്കെ, ഇപ്പൊ ആരാ ജോയിൻ ആവുന്നത്? അർച്ചന. ഓക്കെ ഓക്കെ, ക്ലിയർ. ഇപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് സൗണ്ട് ക്ലാരിറ്റി കിട്ടിയോ? ഫോണിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഇതുണ്ടാവും. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ, സോ ദാറ്റ് ഐ ക്യാൻ സീ ഇൻ ബോത്ത്. വിസിബിൾ ആണല്ലോ അല്ലെ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നുകൂടെ പറയാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ, ഇപ്പൊ ആരാ ജോയിൻ ചെയ്യുന്നേ? ഓൺ ടൈമിൽ ജോയിൻ ചെയ്യട്ടോ. ക്ലാസിന്റെ ഇടയിൽ ജോയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, 9:05 വരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. പിന്നീട് ജോയിൻ ചെയ്യുമ്പോൾ അഗെയിൻ ഹു ഈസ് ദ ഗസ്റ്റ്? അഭിനവ്. ഇത്രയും നേരം എവിടെയായിരുന്നു അഭിനവ്? ഓക്കെ ഫൈൻ, ക്ലിയർ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്ലൂടൂത്ത് കൺട്രോൾ റോബോട്ടാണ്. ഇതാണ് ആ റോബോട്ട്. അപ്പൊ അതിന്റെ പാർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കണം ഡിസ്കസ് ചെയ്തു. അതിന്റെ ആപ്പ് ഉണ്ടാക്കേണ്ട MIT ആപ്പ് ഇൻവെന്ററിലാണെന്ന് പറഞ്ഞു. അതിലേക്കുള്ള ആർഡിനോ കോഡിലേക്ക് ഫ്ലാഷ് ചെയ്യേണ്ട കോഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഞാൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഹാഷ് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ serial.h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹെഡർ ഫയൽ ഡിക്ലെയർ ചെയ്തു. 2 and 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സീരിയൽ BT 2 and 3 എന്ന് പറഞ്ഞ ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും TX-ഉം RX-ഉം സെറ്റ് ചെയ്തു. ബോർഡ് റേറ്റ് 9600 സെറ്റ് ചെയ്തതിനു ശേഷം 10, 11, 12, 13 പിന്നുകളെ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്തു. അതിനുശേഷം ബ്ലൂടൂത്തിൽ എന്താണ് അവൈലബിൾ ആ ഡാറ്റ നമ്മൾ ക്യാരക്ടർ ആയിട്ട് റീഡ് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ വരുന്ന ഡാറ്റ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടിക്ക് മൂവ് ചെയ്യേണ്ട കോഡ് ഇവിടെ കൊടുക്കുന്നു. ഫ്രണ്ടിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഹൈലോ 2 മോട്ടർ ഫ്രണ്ടിക്ക് വേണം. B എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്. ഇഫ് എൽസ് റീഡ് B ആണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ക്ലിയർ ആണെങ്കിൽ ലോ ഹൈ നേരെ തിരിച്ച് ഇതിന്റെ റിവേഴ്സ് കൊടുക്കും.
ഹൈലോ എന്നുള്ളത് ലോ ഹൈ ആയി കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ആയി. റൈറ്റിക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് മോട്ടറിനെ ഓഫ് ആക്കും, ലെഫ്റ്റ് മോട്ടറിനെ ഓൺ ആക്കും. അതിന് ഹൈലോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് മോട്ടർ ഓൺ ആയി, മറ്റുള്ള മോട്ടറിനെ ഓഫ് ആക്കി, കംപ്ലീറ്റ്ലി ഓഫ് ആക്കി. ക്ലിയർ. പിന്നെ ലെഫ്റ്റിക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് മോട്ടറിനെ ഓഫ് ചെയ്തു, റൈറ്റ് മോട്ടറിനെ ഹൈലോ ആക്കി കഴിഞ്ഞാൽ അത് ലെഫ്റ്റിക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ഉള്ളത് സ്റ്റോപ്പ് ആണ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മോട്ടറിനെ ഓഫ് ആക്കി. കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഇവിടെ ഈ ഇതുണ്ടല്ലോ, ഇതില് ഫ്രണ്ട് എന്നുള്ളതാണ് ഇത്. ഇത് നോക്കി കഴിഞ്ഞാൽ എഫ് എന്നുള്ള സിഗ്നൽ ഏതിലേക്ക് പോകും? ഈ പറയുന്ന കൺട്രോളറിന്റെ ഈ HC05 എന്ന് പറയുന്നത് ഇതിലേക്ക് വരും. അപ്പൊ ആർഡിനോ അത് ഡിറ്റക്ട് ചെയ്യും. എഫ് എന്നുള്ള സിഗ്നൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ റൺ ചെയ്യണം ഈ കോഡ് ഇതിലേക്ക് ഓൾറെഡി കോഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഔട്ട്പുട്ട് ഈ 10, 11, 12, 13 പിന്നുകളിലേക്ക് പോകും. അത് ഈ ഡ്രൈവർ റിസീവ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ. ഒന്നും കൂടെ പറയാം. ഇതിലിപ്പോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പ്രസ് ചെയ്തു, ഫ്രണ്ടിക്ക് പോകണമെന്ന് പ്രസ് ചെയ്തു. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹൈലോ എന്നുള്ളതായിരിക്കും. ആ കോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആർഡിനോയിലേക്ക് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഫ് എന്നുള്ള സിഗ്നൽ ഇതിന് കിട്ടിയ ഉടനെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഹൈലോ എന്നുള്ള സിഗ്നൽ നേരെ ഇതിലേക്ക് വരും. അപ്പം ഒരു മോട്ടറിന്റെ പിൻ ഇവിടെ ഹൈ ആവും, അടുത്തത് ലോ ആവും, അടുത്തത് ഹൈ ആവും, ഇത് ലോ ആവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മോട്ടർ ഫ്രണ്ടിക്ക് റൊട്ടേറ്റ് ചെയ്യും, അങ്ങനെ ഫ്രണ്ടിക്ക് പോകും. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ആപ്പ് ഉണ്ടാക്കേണ്ട കേസ് MIT ആപ്പ് ഇൻവെന്റർ എന്നാണ് ഇതിന്റെ പറയാ. MIT ആപ്പ് ഇൻവെന്റർ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ക്രിയേറ്റ് ആപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ലെറ്റ്സ് ഗെറ്റ് ട്രൈ. യെസ്, ഇവിടെയാണ് നമുക്ക് നേരത്തെ ഇഷ്യൂ വന്നത് അല്ലേ? വെയിറ്റ് ചെയ്യാം. അത് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. യെസ്, if you see message extended. ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ടുള്ള ആപ്പുകളൊക്കെയാണ് ഇതിൽ കാണുന്നത് ഇപ്പോ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിൽ ഇത് MIT ആപ്പ് ഇൻവെന്ററിൽ നിങ്ങൾക്ക് കുറെ ആപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ആപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു IoT ബേസ്ഡ് പ്രൊജക്ട്, ബ്ലൂടൂത്ത് കൺട്രോൾഡ് പ്രൊജക്ടുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നുമില്ല. അപ്പം ബട്ടനാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബട്ടൺ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുക. ഇതിന് ഫ്രണ്ടിക്ക് നീങ്ങണമെങ്കിൽ ഫ്രണ്ട് എന്ന് കൊടുക്കുക. ഇതിന് കറസ്പോണ്ടിങ് സിഗ്നൽ ഇതിനനുസരിച്ചിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ സ്ലൈഡർ ആണെങ്കിൽ ഇവിടെ സ്ലൈഡർ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? പ്രൊജക്റ്റിൽ ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. പ്രൊജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ ന്യൂ പ്രൊജക്ട് കൊടുത്തിട്ട് പുതിയ പ്രൊജക്ട് തുടങ്ങുക. എന്നിട്ട് ആ പ്രൊജക്റ്റുകൾ സേവ് ചെയ്യുക. ഫോണിനായിട്ട് ഇത് കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ബിൽഡിൽ വന്നിട്ടാണ് ആൻഡ്രോയിഡ് ആപ്പ് APK നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ബട്ടൺസ് ആഡ് ചെയ്യാനും ഇമേജ് ആഡ് ചെയ്യാനും നല്ല രീതിയിൽ ഈ ഒരു ആപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബേസിക് സാധനമാണിത്. കോഡിംഗ് ഒന്നും വേണ്ട. ഇതിന് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതിന്റെയൊക്കെ വീഡിയോസ്, ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിങ്ങാണ്ട് നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. ക്ലിയർ? അടുത്തതുള്ള സ്പൈഡർ റോബോട്ട് ആണ്. ഇതിന്റെ കോഡിങ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അസംബ്ലിംഗ് ആണ്. 8 സെർവോ മോട്ടോഴ്സ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? 8 സെർവോ മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെർവോ മോട്ടോഴ്സിന്റെ വർക്കിംഗ് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? ഒരു ആംഗിൾ ഫോക്കസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനുള്ള മോട്ടർ. എക്സാക്ട്ലി. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ, ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കേ. അത് കറസ്പോണ്ടിങ് ഇപ്പൊ സെർവോ മോട്ടർ പറഞ്ഞു കഴിഞ്ഞാലേ ഒരുപാട് മോട്ടേഴ്സ് ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. DC മോട്ടർ ഉണ്ട്, DC ഉണ്ട്, സെർവോ ഉണ്ട്, സ്റ്റെപ്പർ ഉണ്ട്. ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. DC മോട്ടർ നമ്മളെ വൈപ്പർ മോട്ടർ DC മോട്ടർ ആണ്. പിന്നെ അതേപോലെ ഈ സെർവോ മോട്ടറിന്റെ ഉള്ളിലുള്ളതും DC മോട്ടർ ആണ്. DC മോട്ടറിന് കുറച്ച് ഗിയറുകൾ കൊടുക്കുമ്പോഴാണ് ഇത് സെർവോ മോട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഒന്ന് DC മോട്ടർ ആണ്, ഇത് സ്റ്റെപ്പർ മോട്ടർ ആണ്. പിന്നെ ഇത് സെർവോ മോട്ടർ ആണ്. സെർവോ മോട്ടറിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു DC മോട്ടർ ഉണ്ട്. ആരാണ് ഗെയിം ജോയിൻ ആവുന്നത്? ഓക്കെ,
ഇവിടെ ഒരു DC മോട്ടർ ഉണ്ട്. ആ DC മോട്ടറിന് പിന്നെ ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിന് കുറച്ച് ഗിയർ കൊടുക്കുമ്പോഴാണ് സെർവോ മോട്ടർ ആണ് അല്ലെ. ഇനി ഇതിന്റെ തന്നെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഇത് കൊടുത്തുകൊണ്ട് ആ പൊട്ടൻഷ്യോമീറ്ററിന്റെ റെസിസ്റ്റൻസിനനുസരിച്ചിട്ട് ആ റെസിസ്റ്റൻസിന്റെ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ആംഗിൾ സെറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ അന്ന് അയച്ച കോഡ് എടുക്കുക. ആ കോഡിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും റൊട്ടേറ്റ് ആംഗിൾ. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കോഡ് നമ്മളെ കയ്യിലുണ്ടല്ലോ. ഇതാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ലൈൻ ഫോളോ. സോറി, ഏത് റോബോട്ട് നമ്മൾ ഉണ്ടാക്കണ? സ്പൈഡർ റോബോട്ട് അല്ലേ? അതിന്റെ സ്പൈഡർ. അപ്പൊ അതിന്റെ ഇപ്പൊ ഇത് കണ്ടോ, ഇവിടെ 8 സെർവോ മോട്ടർ വെച്ചിട്ട് ഉണ്ടാക്കണം. ABCD A1 B1 C1 D1. അപ്പൊ ഓരോന്നും അതിന്റെ പിൻ പോയിന്റ്സ് അറ്റാച്ച് ചെയ്തു. ഇതിന്റെ കോഡിങ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇത് കണ്ടോ, മൈ സെർവോ റൈറ്റ് 50+I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്യും. 50+I എത്രയാണോ അത്രയും വാല്യൂ അത് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? ക്ലിയർ? അപ്പം ഒന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്ന സ്പൈഡർ റോബോട്ടിന്റെ വീഡിയോ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഓർമ്മല്ലേ? വർക്കിംഗ് വീഡിയോ ഇന്നലെ ഞാൻ കാണിച്ച ഓർമ്മല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ ഈ 8 സെർവോ മോട്ടോഴ്സ് ആണ്. ഇനി കേസസ് വേണം, ആർഡിനോ യൂനോ വേണം, ബാറ്ററി വേണം, പവർ ബാങ്ക് വേണം, സെർവോ മോട്ടോഴ്സ് വേണം അല്ലെ? നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 3 മോട്ടോഴ്സ്? DC മോട്ടറും സെർവോ മോട്ടറും എന്താ ഡിഫറൻസ്? വിഘ്നേഷ് പറഞ്ഞേ. DC മോട്ടർ വരുമ്പം ഫുൾ ഓൺ റൊട്ടേഷനേ ഉള്ളൂ. അതേസമയം സെർവോ മോട്ടറിൽ നമുക്ക് ഒരു ആംഗിൾ സ്പെസിഫൈ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാം. സ്റ്റെപ്പർ മോട്ടറോ? സ്റ്റെപ്പർ ട്രാക്ഷൻ കൺട്രോൾ. അത് എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? മിനിമൽ ഗിയറിൽ ഫ്രിക്ഷൻ കുറച്ച്. അല്ല, ഞാൻ ചോദിക്കുന്നത് DC മോട്ടർ ഫുൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. സെർവോ മോട്ടർ ഒരു സ്പെസിഫിക് ആംഗിൾ വൈസ് റൊട്ടേറ്റ് ചെയ്യും. സ്റ്റെപ്പർ മോട്ടർ ഏത് ആംഗിൾ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക? ഇപ്പൊ നമുക്ക് സെർവോ മോട്ടർ ആണെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അതേസമയം ആണെങ്കിൽ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റ്. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ, അപ്രീഷിയേറ്റ് ചെയ്തേ. അതായത് വളരെ കറക്റ്റ് ആണ്. സ്റ്റെപ്പർ മോട്ടർ പറഞ്ഞാൽ ഒന്നുമില്ല, ആ പേരിൽ തന്നെ ഉണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1 ആംഗിൾ 2 ആംഗിൾ 3 ആംഗിൾ അങ്ങനെ പോകും. സെർവോ പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ 10 ആംഗിൾ എന്ന് പറഞ്ഞാൽ 10 ആംഗിൾക്ക് പോകും, 95 എന്ന് പറഞ്ഞാൽ 95 പോകും, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. DC മോട്ടർ പറഞ്ഞാൽ ഒറ്റ റൊട്ടേഷൻ ഉള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ കൺട്രോളബിൾ ആണ്. ഇതിന്റെ ഓരോ ആംഗിളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്റ്റെപ്പറും സെർവോയും. DC മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നിട്ട് നിൽക്കും. ക്ലിയർ? അപ്പോൾ ഈ DC മോട്ടറിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് പറഞ്ഞേ. നോർമലി നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാം DC മോട്ടേഴ്സും ആണ് യൂസ് ചെയ്യണേ. സ്റ്റെപ്പർ മോട്ടർ എവിടേക്ക് യൂസ് ചെയ്യുന്നത്? 3D പ്രിന്റർ, ലേസർ പ്രിന്റർ, CNC മെഷീൻസ് ഉണ്ടാവും മെക്കാനിക്കൽ ഏരിയ യൂസ് ചെയ്യുന്നത്, അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. സെർവോ മോട്ടോഴ്സ് ഇതേപോലെ ഹോബി സർക്യൂട്ട്സ്, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ ഇതുണ്ടല്ലോ കേർട്ടൻ കൺട്രോളേഴ്സും അങ്ങനെയുള്ള കുറച്ച് ഒരു ആംഗിൾ വൈസ് മോഷൻസ് വരുന്ന ഒരു യൂസ് കേസുകൾക്കാണ് ഇത് സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ സെർവോ മോട്ടർ അപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാലോ. സെർവോ മോട്ടർ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് പറയും? വേറെ ആർക്കെങ്കിലും അപ്ലിക്കേഷൻസ് പറയാനുണ്ടോ? സെർവോ മോട്ടർ അപ്ലിക്കേഷൻസ് യെസ്, ഒരുപാടുണ്ട്. കാണുന്നില്ലല്ലോ, സൂം ചെയ്ത് നോക്കിയാലോ നമുക്ക്. പാക്കിംഗ് മെഷീൻസിലുണ്ട്, കട്ടിംഗ് മെഷീൻസിലുണ്ട്, ടെക്സ്റ്റൈൽസിലുണ്ട്, CNC. ഇത് പക്ഷെ ഇത് സ്റ്റെപ്പർ മോട്ടർ ആണല്ലോ. ഓക്കെ ഫൈൻ. പഞ്ചിങ് മെഷീൻസിലൊക്കെ സെർവോ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ മറ്റേ വലിയ ടൈപ്പ്, അതായത് ഈ സെർവോ മോട്ടറിന്റെ വലുതാണ്, ഈ ആംസ് ആൻഡ് അമ്യൂണിഷൻസിലൊക്കെ ആംഗിൾ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതെ. ഈ റോബോട്ടിക്സില് പിന്നെ നമ്മുടെ റോബോട്ടിന്റെ ആം ഉണ്ടല്ലോ, ഹ്യൂമനോയിഡ് റോബോട്ട് എടുക്കാം നമുക്ക്. ഇതിന്റെ ആമുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റെപ്പർ മോട്ടർ ആണ്. സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പിക്ക് ആൻഡ് പ്ലേസ്, പിന്നെ അതേപോലെ തന്നെ ഹ്യൂമനോയിഡ് റോബോട്ട്. ഞാൻ റോബോട്ട് ആംസിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ വാർ വെപ്പൻസില് ക്യാനൺസ് പോലുള്ള
ഓക്കെ ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, ഹ്യൂമനോയിഡ് റോബോട്ടിൽ ഇപ്പൊ നിങ്ങൾ അതിന്റെ ആം എടുക്കാം. ആം മോട്ടർ ഏത് മോട്ടറാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഇതിന്റെ ജോയിൻ ഉണ്ടല്ലോ, ഈ ജോയിനിലൊക്കെ സ്റ്റെപ്പർ മോട്ടറാണ് അധികം യൂസ് ചെയ്യുക. സ്റ്റെപ്പർ മോട്ടറും സെർവോയും ഡിപ്പെൻസ് ഓൺ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ സ്റ്റെപ്പറാണ്, ഇത് സെർവോ മോട്ടറാണ്. ഏറ്റവും കൂടുതൽ റോബോട്ടിക്സിൽ പിക്ക് ആൻഡ് പ്ലേസ് ഇതിലൊക്കെ സെർവോ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇത് ഫോർ എക്സാമ്പിൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം, 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം ഒക്കെ തീരുമാനിക്കുന്നത് ഈ പിക്ക് ആൻഡ് പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇപ്പൊ ഓരോ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഓരോ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ പ്രോഗ്രാം ചെയ്ത് വെക്കണേണ്. ക്ലിയർ? അപ്പം അതൊക്കെ സെർവോ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുക. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള മോട്ടോഴ്സും ഉണ്ട് കേട്ടോ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് സെർവോ മോട്ടറാണ്. അതിന്റെ കോഡിങ് ഞാൻ സെർവോ മോട്ടർ എങ്ങനെ കോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഈ കോഡ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, റിവ്യൂ ചെയ്യാം. ഇവിടെ എന്താ ചെയ്ത് വെച്ചാൽ സെർവോ മോട്ടർ ABCD A1 B1 C1 D1 നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, വോയിഡ് സെറ്റപ്പിൽ ഓരോ സെർവോ മോട്ടർ കണക്ട് ചെയ്യേണ്ട പിൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അതായത് 9 13 പോലെയുള്ള 2 4 5 3 പോലെയുള്ള പിന്നുകൾ ഡിക്ലെയർ ചെയ്തു. ഓരോന്നും മൂവ് ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ ആംഗിൾ കൊടുക്കണം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം, 50 ഡിഗ്രി. ഓരോ മോട്ടറും ഡിലേ കൊടുത്തിട്ട് 90 ഡിഗ്രി മൂവ് ചെയ്തതിനു ശേഷം 150 മില്ലി സെക്കൻഡ് ഡിലേ കൊടുക്കണം. അങ്ങനെ ഓരോ ഇത് മൂവ് ചെയ്യുക. ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് ഒരു ലൂപ്പ് കൊടുക്കുകയാണ്. ഫോർ ലൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 1 to 30 വരെ എങ്ങനെ പോകും. 1 2 3 1 മുതൽ 30 വരെ കൗണ്ട് ചെയ്യാനാണ് i equal to 1, i less than or equal to 30, i plus plus. അങ്ങനെ 1 മുതൽ 30 വരെ ഇങ്ങനെ സ്ലോലി റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും. ആ ഡാറ്റ 90 പ്ലസ് ഐ വരെ ഡാറ്റ ബി എന്ന് പറയുന്ന സെർവോയ്ക്ക് റൈറ്റ് ചെയ്തു. 90 പ്ലസ് ഐ എന്നുള്ള ഡാറ്റ സി എന്ന് പറയുന്ന സെർവോക്ക് റൈറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അത് മേലേക്ക് പൊതിയതിനു ശേഷം താഴത്തേക്ക് വരാനുള്ള ഇതാണ് 90 മൈനസ് ഐ എത്രയാണോ അത് സെർവോ എക്ക് റൈറ്റ് ചെയ്യുന്നു, സെർവോ ഡിക്ക് റൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഓരോ ആംഗിളിൽ എത്രയാണ് അത് മൂവ് ചെയ്യേണ്ടത് അത് ഓരോ സെർവോക്കും റൈറ്റ് ചെയ്യാണ്. ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാവും. അങ്ങനെയാണ് ഇതിന്റെ കംപ്ലീറ്റ് കോഡിങ് വരുന്നത്. നമ്മൾ അതിന്റെ വീഡിയോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇത് കണ്ടില്ലേ, ഓരോ സെർവോ മോട്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കണം. അത് എത്ര മൂവ് ചെയ്യണം, എത്ര ആംഗിൾ മൂവ് ചെയ്യണം എന്നുള്ളതാണ് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ കോഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഡിക്ലെയർ ചെയ്തു ഏതൊക്കെ ആർഡിനോന്റെ ഏതൊക്കെ പിന്നിൽ ഏതൊക്കെ മോട്ടോഴ്സ് കൊടുക്കണം എന്നുള്ളത് പ്രോഗ്രാം ചെയ്തു, കോഡ് ചെയ്തു. അതിനുശേഷം ഓരോ സെർവോ മോട്ടോഴ്സും എത്ര മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോഡ് ചെയ്തിട്ടുണ്ട്. അത്ര ഉള്ളതിന്റെ കോഡിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ? വീണ്ടും നമുക്ക് തിരിച്ചു വരാം. നെക്സ്റ്റ് നമുക്ക് ഹ്യൂമനോയിഡ് ടീച്ചിങ് റോബോട്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ട് ആയിരുന്നു, ഹ്യൂമനോയിഡ് ടീച്ചിങ് റോബോട്ട്. അന്ന് ഇതേപോലെ അവിടുത്തെ സാറുമാരൊക്കെ സപ്പോർട്ട് ചെയ്തത് ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ കൊണ്ടുപോയി. അന്ന് ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, റിയാലിറ്റി ഷോ, ഫ്ലവേഴ്സ് സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കോളേജിൽ ഭയങ്കര എക്സ്പ്ലോറിംഗ് ആയിരുന്നു ഈ ഓണ്ടർപ്രണർഷിപ്പും IDC അതേപോലെ ഐഡിയേറ്റർ, IEEE പോലെയുള്ള ക്ലബ്ബുകള്, ഐഡിയാസ്, കാര്യങ്ങളൊക്കെ. ക്ലിയർ? ഇത് അന്ന് ഞാൻ നിങ്ങളെ പോലെ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റോബോട്ടാണ്. അന്ന് സാറന്മാരൊക്കെ സപ്പോർട്ട് ചെയ്ത് കോളേജിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് ക്രിയേറ്റ് ചെയ്ത് ഫ്ലവേഴ്സ് ടിവിയിൽ പോയി. ഇത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും. ഇതിന് 5 ഫങ്ഷൻസ് ഉണ്ട്. ഈ റോബോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന് 5 ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ലൈക്ക് നമ്മള് ഇതാണ് GSC തൃശ്ശൂരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. എനിവൺ ഫ്രം GSC തൃശ്ശൂർ? യാ, ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ആരുമില്ലേ? ഓക്കെ, ഞാൻ ഒന്ന് സ്ക്രീന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതാക്കി തരാം. ഓക്കെ, GSC തൃശ്ശൂരാണ് കേട്ടോ. റിഷാനും കുറച്ചുകൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിട്ട്
also the chairman also with Mohammed Shah Engineering Thrissur ആണ്. ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പട്ടികയിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത സ്ഥാനമാണ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റേത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യം സ്ഥാപിക്കപ്പെട്ട ഈ സാങ്കേതിക കലാലയം മികച്ച ശാസ്ത്രജ്ഞരെയും പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭരെയും സംഭാവന ചെയ്തിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന ഈ കലാലയമുറ്റത്തു നിന്നും ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന പുത്തൻ ശാസ്ത്ര പരീക്ഷണവുമായി എത്തുകയാണ് റിഷാനും ആഷിഖും. സ്വാഗതം ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രതിഭകൾക്ക്. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂരിന്റെ ഒരു ഡാൻസ് കോൺസ്പെഷ്യലൈസേഷൻ നമ്മളിപ്പോ കണ്ടതിന് ശേഷം ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. ഞങ്ങൾ തമ്മിലുള്ള ചേർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ചുവപ്പാണ്. ഇവിടുത്തെ പ്രൊഡക്ഷൻ ടീം പറഞ്ഞിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻവൈറ്റ് ഈ Artificial intelligence. No, machine learning. Both of you are wrong. It's data science. റോബോട്ടിന്റെ പുറകെയുള്ള നമ്മുടെ കുട്ടികളെ നമുക്ക് സംസാരിക്കുന്നത് നിർമ്മിതിഫിഷ്യൽ ഇന്റലിജൻസ് മലയാളിക്ക് മനസ്സിലാവുന്ന മനസ്സിലായി. ഇതിന് 5 ഫംഗ്ഷൻസ് ആണല്ലോ കേട്ടോ. നമുക്കത് നോക്കാം. സംസാരിക്കും. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മറുപടി പറയും. അതാണ് സിസ്റ്റം. അപ്പം നമ്മൾ അസിസ്റ്റന്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാണ്. Tell me about Government Engineering College. There is an engine established ബോർഡിൽ വരക്കണം അസിസ്റ്റന്റ് കൂടി. അതായത് ഇപ്പം ഒരു ക്ലാസ്സിലെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു 5 ഫംഗ്ഷൻസ് ആണ് ഇവിടെ ശ്രദ്ധിക്കുക. 5 ഫംഗ്ഷൻസ് ആണ്. ഒന്ന്, ഇതിപ്പം വൈറ്റ് ബോർഡിൽ പ്ലാനുകളും സർക്യൂട്ടുകളും കാര്യങ്ങളും വരച്ചു തരും. 2 കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക. 3, ഇത് കൺട്രോളബിൾ ആണ്. IoT ത്രൂ വൈസ് ഇന്റർനെറ്റിലുള്ള എവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അതിന്റെ അസിസ്റ്റൻസ് എന്തെങ്കിലും കുട്ടികൾക്കോ മറ്റോ ഡൗട്ട് ചോദിക്കാനുള്ള ഡൗട്ട് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അന്ന് എംബഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇങ്ങൾക്കും എക്സ്പ്ലോർ ചെയ്യാനും കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ അതിന് ലാസ്റ്റ് പറയാം. ക്ലബുകളും മറ്റു കുറെ കോളേജ് AEEE ഇതിലൊക്കെ ഇന്ന് ഞാനിപ്പോ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് കാണിച്ച പ്രൊജക്ട് ഉണ്ടല്ലോ, അത് MSME ഫണ്ടഡ് പ്രൊജക്ട് ആണ്. മിനിസ്ട്രി ഓഫ് സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് സെക്ടർ ഫണ്ട് ചെയ്ത പ്രൊജക്ട് ആണ്. അത് അറൌണ്ട് 40,000 എന്തോ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ ക്ലാസ് തുടങ്ങിയപ്പോൾ ആ ഒരു പ്രൊജക്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ക്ലബിൽ വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ ആക്റ്റീവ് ആയിരിക്കുക. അതിലെ ആളുകൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റും. ഇതിന് വലിയ തലയും വലിയ സംഭവങ്ങളൊന്നും വേണ്ട. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എനിക്ക് ഇത് സംതിങ് ഇന്ന നാട്ടിൽ വിളിക്കുന്ന പേര് തന്നെ റോബോ എന്നുള്ളതാണ്. അപ്പം എനിക്കിത് ഓൾറെഡി തലക്ക് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താക്കണം എന്നുള്ളതുകൊണ്ട് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്ത് വിത്തിൻ 20 ഡേയ്സിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രം അന്ന് ക്രിയേറ്റ് ചെയ്തത്. അറൌണ്ട് 2018-19 ആ ടൈമിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങളും ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. ക്ലിയർ? അപ്പൊ ഈ റോബോട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് വീഡിയോ ഇപ്പൊ ഞാൻ ഓൾറെഡി കാണിച്ചു. അതിന് വരക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, അറ്റൻഡൻസ് എടുക്കാൻ പറ്റും. വീലും അത് മൂവ് ചെയ്യും. കൺട്രോൾ വിത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഇത്രയും അതിന്റെ വീലാണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കാറിന്റെ വൈപ്പർ മോട്ടർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ചിട്ട് ഡിഫറൻഷ്യൽ ഗിയർ സിസ്റ്റത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. ഡിഫറൻഷ്യൽ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് വീല് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റൈറ്റ് മൂവ് കൺട്രോൾ ആയിട്ട് മൂവ് ചെയ്യും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അറിയുന്നുണ്ടാവും. ഡിഫറൻഷ്യൽ ഗിയർ സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. NodeMCU വെച്ചിട്ടാണ് ഇതിന്റെ കൺട്രോളിങ് വന്നിരിക്കുന്നത്. NodeMCU എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആർഡിനോ ബോർഡിന്റെ കൂടെ ഒരു വൈഫൈ ചിപ്പിൽ കൂടെ എംബഡഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് NodeMCU. അപ്പൊ നമുക്ക് അതിലേക്ക് വൈഫൈ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റിൽ ആ സെർവറിൽ ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇന്റർനെറ്റിലുള്ള എവിടുന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ്, ഇതന്ന് ഐഡിയേറ്ററിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിന്റെ ഫോട്ടോസ്. ഇതാണ് വൈപ്പർ മോട്ടർ അതിന് യൂസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഫോട്ടോ. ഇത് അതിന്റെ ഡ്രോയിങ് സിസ്റ്റം CNC മെഷീനാണ്. ഇത് വെച്ചിട്ടാണ് അതിൽ ബോർഡിൽ റൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് ഡയഗ്രാം, ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ആർഡിനോ ബോർഡ് ആണ് കേട്ടോ ഇത്, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള. പിന്നെ ഇത് തൊട്ട് താഴെ കാണിക്കുന്നത് അതിന്റെ ഡ്രൈവർ.
സ്ക്രീന് കാണുന്നില്ല. ഓ സോറി, ഞാൻ യൂട്യൂബ് ക്ലോസ് ആയപ്പോ അത് പോയി അല്ലേ? യെസ്, ഇപ്പൊ വിസിബിൾ ആണ് ഐ തിങ്ക്. MIT ആപ്പ് ഇൻവെന്റർ നമ്മൾ ക്ലോസ് ചെയ്യാം. നമ്മൾ വന്നിട്ടുള്ളത് യെസ്, ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ 5th റോബോട്ട് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് ടീച്ചിങ് റോബോട്ട്. ഓക്കെ, ഇതാണല്ലോ ഇപ്പൊ നമ്മൾ കാണിച്ചത്. ഇത് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അന്ന് ഞാൻ അതിന്റെ റഫ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അതിൽ ഓരോന്നും കൊടുക്കേണ്ട പവർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇത് അതിന്റെ മൂവിംഗ് സിസ്റ്റം. വൈപ്പർ മോട്ടർ ഡിഫറൻഷ്യൽ ഗിയർ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈപ്പർ മോട്ടർ വെച്ചിട്ട് അതാണ് അതിന്റെ മൂവിംഗ് സിസ്റ്റം വരുന്നത്. ഇതിൽ നോഡ് MCU, വൈപ്പർ മോട്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കണത്. ഇത് ഐഡിയേറ്ററിൽ ഞാൻ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ ഫോട്ടോസ്. ഇത് വൈപ്പർ മോട്ടറിന്റെ ഫോട്ടോ. ക്ലിയർ. ഇത് CNC മെഷീൻ വരക്കാനുള്ള അതിന്റെ CNC മെഷീന്. ഇത് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ആർഡിനോ ബോർഡും അതിന്റെ ഡ്രൈവറും. CNC മെഷീനിന് സ്റ്റെപ്പർ മോട്ടറിന്റെ നേരത്തെ കാണിച്ച സ്റ്റെപ്പർ മോട്ടർ നീമ 17 പോലെയുള്ള സ്റ്റെപ്പർ മോട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള A4983 എന്ന് പറയുന്ന ഡ്രൈവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ. മേലെ കാണിക്കുന്നതാണ് സ്റ്റെപ്പർ മോട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. സെർവോ മോട്ടർ എന്ന് പറയുമ്പോൾ ഓരോ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി വൈസ് റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ. ഇത് അതിന്റെ ഫ്ലോ ചാർട്ട്. ഇതിന്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, കമ്പനി ഓഫീസുകളിൽ യൂസ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് പർപ്പസിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് വരുന്നത്. ഇത് അതിന്റെ PCB ലേഔട്ട്. ഇത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചല്ലോ, ആ സെയിം ആപ്ലിക്കേഷൻ ആണ് MIT ആപ്പ് ഇൻവെന്ററിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് അതിന്റെ അറ്റൻഡൻസ് സിസ്റ്റം. അതും നമ്മൾ നോഡ് MCU ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിംഗർ സെൻസ് ചെയ്യുക, LCD ഡിസ്പ്ലേ ഉണ്ട്, PCB ഉണ്ട്, RTC ടൈമർ ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അതിന്റെ അൽഗോരിതം. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗൂഗിളിന്റെ API വെച്ചിട്ട് റാസ്ബെറി പൈയിൽ അതിന്റെ API ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് വരുന്നത്. ഫ്യൂച്ചർ സ്കോപ്പ് ലൈക്ക് മൾട്ടിപ്പിൾ വർക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും, കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചിങ്ങിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇപ്പോൾ ടീച്ചർക്ക് ക്ലാസ് നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് കിട്ടിയിട്ടുള്ള അന്ന് ടെക് ഫസ്റ്റ് KTയുടെ ടെക് ഫസ്റ്റിന് സ്പെഷ്യൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റും കൂടെ ആയിരുന്നു. ന്യൂസിലും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് പ്രൊജക്റ്റ് ആണ്. കോവിഡ് ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫുഡ് സെർവ് ചെയ്യുന്ന റോബോട്ട്. അതായത് പേഷ്യൻസിന്റെ അടുത്തേക്ക് ആളുകൾക്ക് പോകാൻ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. അപ്പൊ ഫുഡ് സെർവ് ചെയ്യണം, മെഡിസിൻസ് സെർവ് ചെയ്യണം. കുറച്ചുകൂടെ ഇതിന് അഡ്വാൻസ്ഡ് ആക്കുകയാണെങ്കിൽ ആളുകളുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് എടുത്തുകൊണ്ട് നമ്മുടെ ഡോക്ടർക്ക് അയച്ചു കൊടുക്കാനും അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ. അപ്പൊ ഇത് ഫുഡ് സെർവ് ചെയ്യുക, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക, ഇതിന്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, മെഡിസിൻസ് സപ്ലൈ ചെയ്യുക. അതിന് അന്ന് കോവിഡ് ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമ്മളെ GSC തൃശ്ശൂരിലെ ഫാബ് ലാബിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിന്റെ പൈത്തൺ കോഡിംഗ് ആണ്. പൈത്തൺ കോഡിംഗ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അതിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ പോർഷൻസ്. റാസ്ബെറി പൈ, അതിന്റെ റിലേ, സാനിറ്റൈസ്, ജംബോ വയസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതേപോലെ മൾട്ടിപ്പിൾ കുറെ പ്രൊജക്ട്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ബിഫോർ ഗെറ്റിംഗ് ടു ക്ലോസ്, വാട്ട് ഐ വാണ്ട് ടു സജസ്റ്റ് യു ദാറ്റ് ആസ് യു ആർ ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, ഇപ്പം എന്താ പറയാ, കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒപ്റ്റിമൈസ് ചെയ്യാനുണ്ട് അല്ലെ. അതായത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ഞാനും അതേ നിങ്ങളെ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നേണ്. അപ്പം എന്താ പറയാ, യൂട്ടിലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പോയിന്റ് നമ്പർ 1 എല്ലാവരും നോട്ട് ചെയ്യുക. ഞങ്ങൾക്ക് മിനിമം 3 മെന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അലുമിനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടല്ലോ അല്ലെ. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാത്തവർ ആരും ഉണ്ടാവരുതേ. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അലുമിനീസിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഫീൽഡ് ഡാൻസ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ആളുകളായിട്ട് കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കുക. നിങ്ങളെ ഫീൽഡ് പിന്നെ റോബോട്ടിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് മിനിമം 3 മെന്റേഴ്സിനെ ഉണ്ടാക്കുന്നതാണ്. കാരണം നിങ്ങൾ പോയിട്ട് ഫെയിലർ ആവാൻ ചാൻസുകളുള്ള വഴിയിലൂടെയൊക്കെ അവർ ഓൾറെഡി പോയിട്ടുണ്ടാവും. സോ ദേ ക്യാൻ ഹെൽപ്പ് യു ആൻഡ് മെന്റർ യു, റൈറ്റ്. സോ അതാണ് പിന്നെ ഇതിന്റെ കേസിൽ പറയാനുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് നിങ്ങൾ മെന്റേഴ്സിനെ ഉണ്ടാക്കുക,
എനിക്ക് പറയാനുള്ളത് എന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ഒരു 15 മിനിറ്റ്സ് തൊട്ട് 30 മിനിറ്റ്സ് മാറ്റി വെക്കുക. മോർ ദാൻ ദാറ്റ് ഓഫ് അക്കാഡമിക്സ്. നിങ്ങളിപ്പം ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിൽ അതിന് വേണ്ടി മാറ്റി വെക്കുക. 3 നെറ്റ്വർക്ക് ഉണ്ടാക്കുക. എങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IEEE ക്ലബ്ബ്, പിന്നെ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോംസ്, ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നല്ലൊരു പ്രൊഫൈൽ ലിങ്ക്ഡിനിൽ ഇതുവരെ ആരും ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ പ്രൊഫഷണൽ വിൻഡോ, പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ ഫോർ ക്രിയേറ്റിംഗ് ദ പ്രൊഫഷണൽ ആൻഡ് ടു കണക്ട് ദ ബിസിനസ് ഓണേഴ്സ്. ഇതുവഴി നിങ്ങൾക്ക് ജോബുകൾ കുറെ കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ട് 12 lakh per annum ജോബ് അന്ന് ഞാനും എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന 2021-22 ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ലിങ്ക്ഡിൻ വെച്ചിട്ട്. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സ്റ്റിൽ മൈ കമ്പനി ഈസ് ഹയറിംഗ് ത്രൂ ദിസ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. മെന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, നെറ്റ്വർക്ക് ഉണ്ടാക്കുക, മിനിമം 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വേറെ അഡീഷണൽ നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം? ലൈക്ക് യു നോ, ജീവിതത്തിൽ കുറെ സ്റ്റേജസ് ഉണ്ട് അല്ലെ? ലൈഫിൽ കുറെ സ്റ്റേജസ് ഉണ്ട്. സോ എമംഗ് ദാറ്റ് വിച്ച് ഈസ് ദ ബെസ്റ്റ് സ്റ്റേജ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ലൈഫിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? ഓവർ ടു ദ സ്റ്റുഡൻസ്. ലൈഫിൽ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴാണ്? വിഘ്നേഷ് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇപ്പം നമ്മൾ സ്കൂളിങ് കഴിയുന്നു, +2 കഴിയുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, പിന്നെ ജോബ് ചെയ്യുന്നു, മാരേജ് കഴിയുന്നു, അല്ലെങ്കിൽ പിന്നെ കുട്ടികളാകുന്നു, പിന്നെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, പേരക്കുട്ടികളാകുന്നു. ലൈക്ക് അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ അല്ലെ? യെസ്, വെൻ വി ആർ സ്റ്റുഡൻസ്. സോ എക്സാക്ട്ലി ഇപ്പൊ കോളേജ് ടൈം ആണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഒന്ന് യങ്ങർ ഏജ് ആയിരിക്കും, അപ്പം യങ് മൈൻഡ് ആയിരിക്കും, യങ് ബോഡി ആയിരിക്കും. സോ മെച്ചുവേർഡ് ആകുന്ന ഒരു ടൈമുമാണ്. സോ ദാറ്റ് ഈസ് ദ ഫ്രഷ് പീരിയഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാലാവുന്ന രീതിയിൽ മാക്സിമം ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മാക്സിമം ഫുഡ് പോവാം, അതേപോലെ ട്രിപ്പ് പോവാം, പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കുറച്ച് 2 റീൽ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ സപ്ലികൾ ഒരിക്കലും നിങ്ങൾ ഉണ്ടാവുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഉണ്ടായത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. പക്ഷെ 4th ഇയർ കഴിയുമ്പോഴേക്കും ഒരിക്കലും സപ്ലി ഉണ്ടാവരുത്. ദാറ്റ്സ് മൈ സജഷൻ. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ലിങ്ക്ഡിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ക്ലാസ്സിലെ ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനുള്ള പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലൈക്ക് നിങ്ങൾ ഏതൊക്കെ AI ടൂൾസാണ് യൂസ് ചെയ്യണം? നിങ്ങളൊന്ന് പറയോ? നിലവിൽ നിങ്ങൾ ഏതൊക്കെ AI ടൂൾസ് ആണ് ഇപ്പം അസൈൻമെന്റ്സിന് ഇപ്പം യൂസ് ചെയ്യുന്ന? ChatGPT, പെർപ്ലെക്സിറ്റി, ക്ലൗഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോട്ട്ബുക്ക് എല്ലാം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നോട്ട്ബുക്ക് എല്ലാം ഉണ്ടോ വിഘ്നേഷ്? I'm not using it. I'm currently using Claude AI for written assignments and for pictures and others for ChatGPT. നോട്ട്ബുക്ക് എല്ലാം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ആരുമില്ല. സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ഇത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഗൂഗിൾ ഈ നോട്ട്ബുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോ നിങ്ങൾ 2 മണിക്കൂർ ഇരുന്ന് യൂട്യൂബിൽ കാണേണ്ട വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് കണ്ട് എത്ര മിനിറ്റിൽ കിട്ടും അറിയോ? ഞാൻ ഓൾറെഡി ഇതിൽ കുറെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2 മിനിറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാം? അവിടെ കണ്ടോ? ഇവിടെ എനിക്ക് വെബ്സൈറ്റ് ലിങ്ക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നോട്ട്ബുക്ക് എല്ലാം എടുത്തിട്ട് ഇതിൽ ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 30 മിനിറ്റിന്റെ വീഡിയോസ് എനിക്ക് സമ്മറൈസ് ചെയ്ത് മൈൻഡ് മാപ്പ് ആയിട്ട് കിട്ടും. മൈൻഡ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് മാപ്പ് ആയിട്ട് കിട്ടും, ഓഡിയോ ഓവർവ്യൂ ആയിട്ട് കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബുക്ക് 1000 പേജുള്ള അല്ലെങ്കിൽ 10000 പേജുള്ള ഒരു ബുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് ഇന്ന ഡാറ്റ ഏത് പേജ് നമ്പറിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. അല്ലെങ്കിൽ അത് സമ്മറൈസ് ചെയ്ത് എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട് പറഞ്ഞുതരും. അതിൽ നിന്ന് ഒരു അസൈൻമെന്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി തരും. നോട്ട്ബുക്ക് എല്ലാം ഈസ് ദ ബെസ്റ്റ് സ്യൂട്ട് ഫോർ ദ സ്റ്റുഡൻസ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിനെ കുറിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഒരു പുതിയ പേജും തുടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി ഫോർ ദ AI. ഓക്കെ, സോ അതിന്റെ പേരാണ് AI ബിസിനസ്. ഈ പേജ് തന്നെ കാണുന്നുണ്ടല്ലോ.
AI ബിസിനസ് സെന്റർ. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഐ സ്റ്റാർട്ടഡ് ടു ക്രിയേറ്റ്. അപ്പൊ ഇത് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാ, ഇതിന്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് AI-യുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർ എന്ത് ചെയ്യാ, ഇത് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഞാന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയോ ചാറ്റിൽ ഇട്ടാൽ മതിയോ? ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ? എല്ലാവരും ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഐ എം ഷെയറിങ് ഇറ്റ് ടു ദ ഗ്രൂപ്പ്. ഓക്കെ. അതേപോലെ ലൈക്ക് എനിത്തിങ് റിഗാർഡിങ് പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, റിഗാർഡിങ് എനി ഇന്റേൺഷിപ്സ്, പ്രൊജക്ട്സ്, ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്നെ കണക്ട് ചെയ്യേണ്ട യു ക്യാൻ കണക്ട് മീ ഇൻ ലിങ്ക്ഡിൻ. ഓക്കെ. ഈ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ല, മറ്റു കാര്യങ്ങൾക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഐ വിൽ ഷെയർ മൈ പ്രൊഫൈൽ link. Okay, this is my personal profile. Okay, you can connect me. Okay, so പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ളതോ നിങ്ങൾക്ക് പഠിക്കേണ്ടതോ പ്രൊജക്റ്റോ ഇന്റേൺഷിപ്പോ റിലേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡിൻ ആയിട്ട് കണക്ട് ചെയ്യുക. അത് ലിങ്ക്ഡിൻ ഇല്ലാത്തവർ പേഴ്സണലി കണക്ട് ചെയ്യുക. AI അപ്ഡേറ്റുകൾക്കും മറ്റൊക്കെ എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റഗ്രാം ലിങ്ക് യൂസ് ചെയ്യുക. ഓക്കെ, AI ബിസിനസ് സെന്റർ എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാവരും ഇപ്പൊ തന്നെ മാക്സിമം ഒന്ന് പിന്നെ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് so going to reach 2698 followers ഉണ്ട് ഇവിടെ. So if anyone is interested, we can cross the 2900. ആരോ ഇപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. എല്ലാരും ഒന്ന് ഗ്രൂപ്പ് എടുത്തേ. ഒരാൾ കൂടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി ഒരാൾ കൂടെ ആയ 2700 ആയി. എല്ലാവരും ഒന്ന് താല്പര്യമുള്ളവർ കേട്ടോ, താല്പര്യമുള്ളവര് ഈ അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം ഇറ്റ്സ് അപ് ടു യുവർ പേഴ്സണൽ തിങ്സ്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഓൺലി ക്യാൻ ഫോളോ. യെസ്, 2700 റീച്ച്ഡ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ആയിട്ടുള്ള പേജ് ഫോളോ ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം AI റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടി ലോഡ് ചെയ്ത് നമുക്ക് ഫൈനൽ കൗണ്ട് കിട്ടും. Yeah, great. Thank you, students. 2701. Okay. ഞാൻ ഈ പറഞ്ഞ പോലെ AI ബിസിനസ് സെന്റർ എന്ന് പറയുന്ന ഇത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ ഗ്രൂപ്പിൽ. AI ബിസിനസ് സെന്റർ ഫോർ AI റിലേറ്റഡ് അപ്ഡേറ്റ്സ്. ആർക്കെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ്. സോ ദിസ് ഈസ് ദ ബെസ്റ്റ്. ഫ്രം ദ ബിഗിനിങ് എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ബിസിനസ് റൺ ചെയ്യണം, എന്താ പറയാ, കംപ്ലീറ്റ് കാര്യങ്ങൾ AI വെച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ദിസ് ഈസ് ദ ടൈം ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. ഓക്കെ, ഇന്നെടുത്ത സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റോബോട്ടിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. There is 2 minutes for you. And regarding anything AI related എന്തെങ്കിലും ചോദിക്കാം, ബിസിനസ് റിലേറ്റ് എന്തെങ്കിലും ചോദിക്കാം. ഇലക്ട്രോണിക്സിൽ ഞാൻ 3 ഇയർ പോളിടെക്നിക്കും പഠിച്ചിട്ടുണ്ട്. മദ്രസ ടൈമിൽ തുടങ്ങിയതാണ്. മദ്രസയിൽ പോകുന്ന ഒരു അഞ്ചാം വയസ്സ് തുടങ്ങിയാണ് ഇലക്ട്രോണിക്സ് പാഷനേറ്റ് ആയിട്ട്. സോ ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ 3 ഇയർ പോളിടെക്നിക്കും പഠിച്ചു, അതിന് ശേഷം എഞ്ചിനീയറിംഗും പഠിച്ചു. സോ 6 years by academics and around 3 years in professional life in IoT robotics. ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. UAE സ്പെഷ്യലി സർട്ടിഫൈഡ് ഇൻ റോബോട്ടിക്സ്, ഇൻ ഹോം ഓട്ടോമേഷൻ. കൺട്രോൾ 4 എന്ന് പറയുന്ന ഹോം ഓട്ടോമേഷനിൽ 2 lakh എക്സ്പെൻസ് കൊടുത്ത് അവിടെ പോയി സർട്ടിഫൈ ചെയ്താണ്. അപ്പം IoT റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോം ഓട്ടോമേഷൻ ബേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബന്ധപ്പെടാം. ഐ എം റെഡി ടു സപ്പോർട്ട് യു ആൾ ആൻഡ് ടു അപ്ലിഫ്റ്റ് യു ആൾ. സോ ഇഫ് ദർ ഈസ് എനിത്തിങ് യു ക്യാൻ ടെക്സ്റ്റ് മീ ആൻഡ് that's it. Over to you. ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ടോ, റോബോട്ടിക്സ് റിലേറ്റ് ചെയ്തിട്ടോ, ഓണ്ടർപ്രണർഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടോ, ഇനി ഓട്ടോമേഷൻ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഐ എം റെഡി ടു ഹെൽപ്പ് യു. യെസ് സാറേ, നോട്ട്ബുക്കിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, അതിന്റെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതൊന്നുകൂടെ ഒന്ന്. അതായത് എഴുതുന്നതിനോ അങ്ങനെയൊക്കെയുള്ള ഐ വിൽ ഷെയർ യു. ഇതിൽ തന്നെ നമ്മുടെ
ഒരു ലിങ്കും കൂടെ ഞാൻ അയച്ചുതരാം. സവാദ് കേട്ടി, ഇത് എന്റെ ബിസിനസ് പാർട്ണറാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ പേജിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ അതിന്റെ ഒരു ഓവർവ്യൂ നോട്ട്ബുക്ക് എല്ലാമിന്റെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നുമില്ല, പഠിക്കാനും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് പേജസ് ഉള്ളത് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. പോയിന്റ് നമ്പർ 1, വലിയ യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് അതിന് മൈൻഡ് മാപ്പ് ആയിട്ട് കിട്ടും. മൈൻഡ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള മൈൻഡ് മാപ്പ് റിവ്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ. പിന്നെ ഇനി അതല്ല, ഇതൊന്നും അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പിന്നെ സ്ലൈഡ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടും, ഓഡിയോ ആയിട്ട് കിട്ടും. ഇനി വേറൊരു അപ്ഡേറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ ആയിട്ട് ചാറ്റ് ചെയ്യാം. ചാറ്റ് ചെയ്ത് ഇവിടെ ചോദിക്കാം, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇനി അതിന് റിപ്പോർട്ടായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടും, എക്സാമിന് ക്വിസ് ആയിട്ട് അങ്ങനെ കിട്ടും. അപ്പൊ പല രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ PDF ഡോക്യുമെന്റ്സിനെ സമ്മറൈസ് ചെയ്യാം, വീഡിയോസിനെ സമ്മറൈസ് ചെയ്യാം. അത് ഏത് ഫോമാറ്റിലാണ് ഔട്ട് വേണ്ടത്, ഓഡിയോ ആയിട്ടോ മൈൻഡ് മാപ്പ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഇനി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലിങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഹൗ ടു യൂസ് നോട്ട്ബുക്ക് എല്ലാം ഫോർ സ്റ്റുഡൻസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഒന്നുമില്ല, ഇപ്പൊ നിങ്ങള് ഈ ഇവിടെ കൊടുക്കുന്നതിന് പകരം ഫയലായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വെബ്സൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഡ്രൈവിന്റെ ലിങ്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും, ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഔട്ട്പുട്ട് ഈ ഏത് ഫോർമാറ്റിലും കിട്ടും. ഓഡിയോ ഔട്ട്പുട്ട്, സ്ലൈഡ്, ഇത്രയും മനസ്സിലാക്കുക. സ്ലൈഡ് ആയിട്ട് കിട്ടും, മൈൻഡ് മാപ്പ് ആയിട്ട് കിട്ടും. ഞാൻ മൈൻഡ് മാപ്പാണ് യൂസ് ചെയ്യല്, കാരണം വളരെ സമ്മറൈസ് ചെയ്തിട്ടുള്ള മൈൻഡ് മാപ്പിൽ കിട്ടും. പിന്നെ എന്താ പറ്റും, റിപ്പോർട്ടായിട്ടും കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ആരായിരുന്നു ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഇല്ലല്ലോ. നിങ്ങൾക്ക് ഒരു MCQ കൂടെ ഉണ്ടാവും കേട്ടോ. MCQ കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. MCQ എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ. സോ ദാറ്റ് വിൽ ബി, അതിന് ആ MCQ അറ്റൻഡ് ചെയ്ത ക്യൂസിന്റെ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടും. സോ ദർ വിൽ ബി 3 സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, ക്ലിയർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ടൈം. 1 more minute ഈസ് റിമൈനിങ്. ഓർ വി ക്യാൻ ലീവ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഇനി വേറെ ഇന്നെടുത്ത സെഷനിലോ ഇനി അതല്ല നിങ്ങൾക്ക് എനിത്തിങ് റിഗാർഡിംഗ് ഇലക്ട്രോണിക്സ്, ഓട്ടോമേഷൻ, ഓണ്ടർപ്രണർഷിപ്പ്, റോബോട്ടിക്സ്, യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, എനിത്തിങ് മോർ ഉണ്ടോ? So that's all for today. So anything more? ഒന്നുമില്ലല്ലോ. So thank you all. Thank you for joining. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു ആൽബിൻ, താങ്ക് യു. താങ്ക് യു റോയ്, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ജസ്വന്തില. Okay, thank you Gautam, thank you all.
you.